ഹലോ ഫ്രണ്ട്സ്, ഇവിടെ നല്ല മഴ കേട്ടോ. അപ്പോൾ രാജേഷേട്ടൻ വന്നപ്പോൾ പറഞ്ഞു പുഴയിലൊക്കെ നിറയെ വെള്ളം ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു എന്തായാലും നമുക്കൊന്ന് പോയി കാണാമെന്ന്. അങ്ങനെ ഞാനും അമിത്തും കൂടിയിട്ട് പോവാണ്. അവന് സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇതായിട്ടാണ് നമ്മുടെ പാലം. നല്ല വെള്ളമുണ്ട് കേട്ടോ. കാരണം മലമ്പുഴ ഡാം തുറന്നാൽ ഇവിടെ നല്ല വെള്ളം ഉണ്ടാവും. നമ്മുടെ സൗമ്യയുടെ വീടിൻ്റെ ബാക്കിലും രേഷ്മയുടെ വീടിൻ്റെ ബാക്കിലൊക്കെ വെള്ളമാണ്. സൗമ്യ രാവിലെ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടിട്ട് ഒരു വീഡിയോ എടുത്തിട്ടാണ്. ഇപ്പോൾ കുറേയിലെ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുഴ. എല്ലാ ഷട്ടറും തുറന്നിട്ടുണ്ട്. നല്ല വെള്ളമുണ്ട്. നല്ല രസമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ നല്ല മഴ പെയ്യുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ആ മഴയത്താണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ വേഗം വണ്ടിയുടെ ഉള്ളിൽ കയറി. കാരണം നല്ല നനയുണ്ടായിരുന്നു. പിന്നെ കുട ഇങ്ങനെ ഒറ്റ കയ്യിൽ പിടിച്ചിട്ടേക്ക് വീഡിയോ എടുക്കാൻ പറ്റണില്ല. പിന്നെ ഞാൻ കോട്ട് എടുക്കാനും മറന്നു. അപ്പോൾ അതാണ് ഉണ്ടായത്. അപ്പോൾ എല്ലാവരും അവിടെ വന്ന് നിന്നിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. കുട പിടിച്ചിട്ടും കോട്ടൊക്കെ ഇട്ടിട്ട് എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ പാർക്ക് കേട്ടോ. പാർക്കിൻ്റെ അവിടേക്കൊക്കെ വെള്ളം കയറാനായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ റംബൂട്ടാൻ കണ്ടു. അപ്പോൾ റംബൂട്ടാൻ മേടിക്കാമെന്ന് വിചാരിച്ചു. 300 രൂപയാണ് കേട്ടോ കിലോ. ഞങ്ങളൊരു 100 രൂപയ്ക്ക് വാങ്ങി. എങ്ങനെയുണ്ട്, മധുരം ഉണ്ടോയെന്നൊക്കെ നോക്കാമല്ലോ. അപ്പോൾ വന്നിട്ട് ഇപ്പോൾ പൊട്ടിച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷെ അമിത്തിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമിത് തന്നെ മുക്കാൽ ഭാഗം തിന്നത്. അവനിക്കൊരു 3 എണ്ണം ഞാൻ എടുത്ത് വെച്ചു. പിന്നെ ഇത് നമ്മുടെ ഇവിടുത്തെ മാങ്ങ ഉപ്പിലിട്ടൊക്കെ അല്ലേ വിൽക്കണ ആളാണ്. ഇത് നല്ല ഫേമസ് ആണ്, യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഷെരീഫോ അങ്ങനെ എന്തോ ആണ് പേര്. അപ്പോൾ ആളുടെ അടുത്തുനിന്ന് മാങ്ങയും പൈനാപ്പിൾ വാങ്ങി. അപ്പോൾ രാജേഷേട്ടൻ ചോദിക്കുന്നു കേട്ടോ, വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന്. അപ്പോൾ ആൾക്കതൊന്നും പ്രശ്നമല്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മാങ്ങയും പൈനാപ്പിളൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ നേരെ അതിൻ്റെ ബാക്കിൽ ഉള്ള വെള്ളം അങ്ങനെ ഉള്ളിടത്തേക്ക് പോയി. ഇവിടെയാണ് അവനിമോള് മലയ്ക്ക് പോണ സമയത്ത് ഞങ്ങൾ വന്നിട്ട് അവളെന്നെ കുളിപ്പിക്കാറ്. ഇവിടെ വന്നിട്ടാണ് കുളിപ്പിക്കുക. വൈകിട്ട് വന്നിട്ട് മുങ്ങും. രാവിലെ നേരം ഉണ്ടാവില്ലല്ലോ, സ്കൂളിൽ പോകണ്ടേ. അപ്പോൾ വൈകിട്ട് വന്നിട്ടാണ് ഇവിടെ വന്നിട്ടാണ് മുങ്ങുക. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളാട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു 2 വീടുണ്ട്. ഒരു വീട് നല്ല വലിയ വീടാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഇവിടെയൊക്കെ ആരോടെ ഇത്രയും വലിയ വീടൊക്കെ വെച്ചെടുക്കണം. നല്ല ഭംഗിയുണ്ടിട്ട് കാണാം. നല്ല 2 വീടുണ്ട്. ഒരു വീട് നല്ല വലുതാണ്. പിന്നെ നമ്മളന്ന് സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ വീഡിയോ എടുത്തില്ലേ, ആ വഴിയാണ് കേട്ടത്. അന്ന് ഞാനും പ്രിയേച്ചിയും ഷൈനേച്ചിയും ദീപചേച്ചിയും പിള്ളേരൊക്കെ കൂടിയിട്ട് ഇരുന്ന സ്ഥലമൊക്കെ വെള്ളത്തിലായി. നമ്മുടെ സ്റ്റെപ്പൊക്കെ ആകെ മുങ്ങി. സ്റ്റെപ്പിൻ്റെ അവിടേക്ക് ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ, നല്ല വഴുക്കലുണ്ട്. അപ്പം ഞാൻ സ്റ്റെപ്പിൻ്റെ അവിടെ ഇറങ്ങിയില്ല. പിന്നെ അങ്ങനെ ആ വഴി അങ്ങനെ കുറച്ച് ദൂരം നടന്നു പോയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോഴേക്കും മഴയൊക്കെ മാറി.